ഹലോ ഗൈസ്, ഇന്ന് അച്ഛൻ്റെ ഒരു ലഞ്ച് ബോക്സ് കണ്ടാലോ. അച്ഛന് വേണ്ടി അമ്മ റെഡിയാക്കിയതാണേ, ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീണ്ട ചോറ് വിളമ്പുന്നുണ്ടേ, നിറച്ച് ചോറ് വിളമ്പുന്നുണ്ട്. അച്ഛൻ കഴിക്കുമോ ഇല്ലയോ എന്നല്ല, അമ്മയ്ക്ക് ഇങ്ങനെ നിറച്ച് കൊടുത്തു വേണം. അച്ഛനായാലും ആർക്ക് ചോറ് കൊടുത്താലും അമ്മ ഇങ്ങനെ കേട്ടോ നിറച്ച് വിളമ്പും. ഇപ്പോൾ കൂടെ വരുന്ന ഒരാൾക്ക് ലഞ്ചില്ലെങ്കിൽ പോലും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നിറച്ച് വിളമ്പും. അപ്പോൾ അതാ ചോറൊക്കെ ഇങ്ങനെ നിറച്ച് വിളമ്പി അത് അമ്മയ്ക്ക് വെക്കുന്നുണ്ട്, കുലുങ്ങിയിട്ട് എല്ലാം കൂടി മിക്സായി പോകാതിരിക്കാനാണേ. അപ്പോൾ അതാ ചോറ്, കറിയായിട്ടുള്ളത് സാലഡാണേ. അപ്പോൾ ഈ സാലഡ് പറയുമ്പോൾ എടുക്കുമ്പോഴൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, പാറു നീ പ്രത്യേകം പറയണം, ഈ സാലഡിൽ കിടക്കുന്ന തക്കാളിയും പച്ചമുളകും അമ്മ കൃഷി ചെയ്തതാണെന്ന് പറയണമെന്ന്. അപ്പം ഞാൻ എടുത്ത് പറയാം, അമ്മ ഇത് കേൾക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇത് അമ്മ കൃഷി ചെയ്ത തക്കാളിയും പച്ചമുളകും കൊണ്ട് അമ്മ ഉണ്ടാക്കിയ സാലഡാണേ. അടുത്തത് കോവയ്ക്ക മെഴുക്കുവരട്ടി. ഇതിനും അതുപോലൊരു കഥയാട്ടോ. അമ്മ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത് കോവയ്ക്ക കൊണ്ട് വെച്ച മെഴുക്കുവരട്ടി ആട്ടോ. ലാസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ സഹിതം കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ചെയ്തേക്കാം. അപ്പോൾ അതാ സാലഡും കോവയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ചു. ഇനിയുള്ള ഒരു മീൻകറിയാണേ. മീൻകറി ചൂര മീൻകറി. അമ്മ തലേന്ന് രാത്രി തന്നെ കറി വെച്ചു. അപ്പോൾ അതാ നല്ല മീൻകറിയാണ്. നിങ്ങൾക്ക് കുറച്ച് മുങ്ങി തപ്പുന്ന പോലെ ഫീൽ ചെയ്യാം, പക്ഷെ അങ്ങനെയില്ല കേട്ടോ. കുറച്ച് ചാറ് അധികം ഞങ്ങൾക്ക് വേണം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അമ്മ ഏറെ ചാറിൽ വെച്ചത്. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടിയും മീൻകറിയും സാലഡും ഒക്കെ വെച്ചു. ഇതാണ് അച്ഛൻ്റെ ലഞ്ച് ബോക്സ്. ഇനി ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. അമ്മ അതെടുക്കാൻ വേണ്ടി പോയേക്കാം. ഇതാ വന്നു. ഇത് ഉണക്കമീൻ വെച്ചിട്ട് അരച്ച ചമ്മന്തിയാണ്. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ ലഞ്ച് ബോക്സ്. ഇതാണ് ഇന്നത്തെ കറികൾക്ക് അമ്മ വിളവെടുത്ത സാധനങ്ങളൊക്കെ: കോവയ്ക്ക, പച്ചമുളക്, തക്കാളി.